അത് നല്ലതാണ്. അവിടെ വെച്ചെങ്കിൽ നാണെങ്കിൽ നമ്മളിത് എങ്ങനെയാ ഫിറ്റാക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കേക്കിന് ഓർഡർ കൊടുത്തില്ല, വാങ്ങിയിട്ടില്ല. ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറ, ഇന്ന് നീയാ പറയണ്ടേ? ഹായ് പറഞ്ഞ എല്ലാവരോടും. വീഡിയോ ഉണ്ടാക്കുമ്പോ ഇപ്പോൾ ഒന്നിനും പിടിക്കലും പോവാ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറെ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വ്ളോഗിന് കുറെ കമന്റ്സ് കാണലുണ്ട്. പിന്നെ കൂട്ടാനൊന്നും വേഗം പറയാതിരിക്കുന്നു വിടൂല അല്ലെ. അപ്പൊ കുറെ ദിവസമായി ഇങ്ങനെ എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുന്ന പുതിയ വിശേഷങ്ങള്, ബാബേന്റെ വിശേഷങ്ങള്, കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്. കാണായിട്ടില്ല. അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരാന്ന് വിചാരിച്ച് നിൽക്കലായിരുന്നു. പക്ഷെ അതിനു മുന്നേ വേറൊരു സ്പെഷ്യൽ ഡേ വന്ന് നമുക്ക് എന്നാന്ന് എല്ലാവർക്കും ഏകദേശം അറിഞ്ഞായിരിക്കും. നമ്മൾ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം നമ്മളത് ഇട്ട് കഴിഞ്ഞു, ഫോട്ടോസും കാര്യങ്ങളെല്ലാം. അപ്പൊ അതിന്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് നമ്മളിപ്പം വരുന്നത്. എന്നാ വെച്ചോട്ടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറ. അവതാരപ്പിറവിയുടെ എത്ര എന്നാ പറ. ഒരു മാസത്തിൽ അരകലം ഒന്നും കൂടിയില്ല അല്ലേ. അപ്പൊ ഇന്ന് നമ്മുടെ എച്ചൂട്ടന്റെ നിങ്ങളെ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പം നിങ്ങൾ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ എച്ചൂട്ടന്റെ രണ്ടാം പിറന്നാൾ എഹന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ വീഡിയോ ചിലപ്പോൾ നാളെ ആയിരിക്കും വരിക. എന്നാലും ഇന്ന് നമ്മളത് ചെറിയ രീതിയിൽ, എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇവൻ, അതായത് രണ്ടാമത്തെ ബർത്ത്ഡേക്കാണ് എനിക്ക് ആദ്യമായിട്ട് എന്നുള്ള പറയുമ്പോൾ കുറേ ബർത്ത്ഡേ ഇല്ല. അൻവിന്റെ കുറെ ബർത്ത്ഡേ ആയി, ഇതുവരെ എനിക്ക് കിട്ടിയില്ല. 6 വയസ്സായി അൻവിക്ക്. 6ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലല്ലോ. അല്ല 6ാമത്തെ ബർത്ത്ഡേ, സോറി 7ാമത്തെ ബർത്ത്ഡേ ഇനി ആഘോഷിക്കണം അത്രേ. 6 ബർത്ത്ഡേ അവൻ്റെ കഴിഞ്ഞിട്ട് 6 ബർത്ത്ഡേക്ക് ഒപ്പരം കിട്ടിയില്ല. ഇവൻ്റെതും അതുപോലെ തന്നെ രണ്ടാമത്തെ ബർത്ത്ഡേ ആദ്യത്തെ പ്രാവശ്യം കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഞാനുള്ളത് കൊണ്ട് ചെറിയ രീതിയിൽ ഒരു ആഘോഷമാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് കേക്കും പരിപാടിയെല്ലാം തന്നെ. എന്നാലും കുറച്ച് റിലേറ്റീവ്സിനെല്ലാം വിളിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും വാങ്ങാനുണ്ട്. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി നോക്കലാണ്. അപ്പോൾ എച്ചൂട്ടാ നമുക്കെന്നാൽ ഇവരോട് പറയാം, ഒരു ഹായ് പറ. ഓക്കെ. അപ്പൊ ആശംസ അയക്കുന്നവർക്കും അയച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു താങ്ക്സ് പറഞ്ഞു. നമ്മൾ ഏതായാലും സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. കുറേ പരിപാടികളുണ്ട് കേട്ടോ. കുറേ പരിപാടികൾ ഞാൻ ആക്കും. ചെറിയ പരിപാടി കുറേ പരിപാടി പോലെ ആക്കും. ഭയങ്കര മഴയാട്ടാ. നിങ്ങളുടെ അടുത്തെല്ലാം ചോദിക്കണ്ടല്ലോ, മഴ തന്നെ ആയിരിക്കല്ലേ. എന്നാലും ഭയങ്കര മഴയാ. എന്നാ പോവാ. ഇന്നലെ എച്ചൂട്ടിന്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന്റെ സാധനങ്ങൾ ബാക്കിൽ കാണുന്നത്, അതെല്ലാം ഇനി തിരിച്ചു കൊടുക്കണം. അതായാലും നാളെ ഇങ്ങനെ വരും. വണ്ടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. അടുന്നോട്ടല്ലടാ, നമ്മുടെ ഇരിട്ടി, നമ്മുടെ സ്വന്തം ഇരിട്ടിയിൽ നമ്മൾ അങ്ങനെ ഞാൻ പറയും. നമ്മുടെ മനോഹരമായ ഇരിട്ടിയുടെ മലയോര മേഖലയുടെ മടിത്തട്ടിൽ, മലയോര മേഖലയുടെ മനോഹരമായ വഴിത്താരയിലൂടെയുള്ള യാത്ര. എച്ചുവിന്റെ പിറന്നാളിനായുള്ള സാധനങ്ങൾ വാങ്ങാനായി എച്ചുവിന്റെ സ്വന്തം പിതാവായ സംഗീത് കുമാർ, സുന്ദരനും സുമുഖനും സുശീലും കൂടെ എച്ചുവിന്റെ പ്രിയങ്കരനായ ഒന്നിനും കൊള്ളാത്ത ഇത് ഇങ്ങോട്ട് വെക്കണം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നാടൻ ഫാൻസി ഉണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ടല്ല ഇടക്കിടക്കെല്ലാം തരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി വാങ്ങാനുണ്ട്. ബാക്കി സാധനങ്ങൾ നമ്മൾ ഏകദേശം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള സാധനങ്ങൾ രാത്രിക്കത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ട് വണ്ടി താണത് നട്ടപ്പാതിരൊക്കെ സാധനം കൊണ്ടുവന്നിട്ട് നട്ടപ്പാതിര 12 മണി 12:30 ആകുമ്പോൾ ഞാൻ ഉറങ്ങി നിൽക്കുന്ന സമയത്ത് താഴെ നിന്നൊരു ഒച്ചപ്പാട് നോക്കുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഐറ്റംസ് ഇന്നലെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന വണ്ടി അവിടെ റോഡിൽ താണു പോയിട്ട് രാത്രി എല്ലാവരും കൂടി ഇരുന്ന് തള്ളുന്നൊരു രംഗമാണ് ഞാൻ കണ്ടത്. അപ്പം അങ്ങനെ ഞാനും താഴെ പോയി വണ്ടി അങ്ങനെ പൊക്കി എടുത്ത് മാറ്റി റോഡിൽ വെച്ച് കൊടുത്ത് എല്ലാം നമ്മുടെ എച്ചൂസിന് വേണ്ടിയാണല്ലോ ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം സഹിക്കുന്നത്. ഏതിനോടുള്ള അരി വാങ്ങാൻ. ആരോടുള്ള സ്നേഹം? കുടുംബം. ഏതെങ്കിലും ഒരു അരിന്റെ പേര് പറഞ്ഞ? ബസുമതി അരി. ബസുമതിക്കപ്പുറം ഏതെങ്കിലും ഒരു അരിന്റെ പേര്? അയ്യാ. മുളക് പൊടി എത്രയാ വേണ്ടെന്ന് ചോദിച്ചാൽ 2 കിലോ. ഓ ഇതെല്ലാം പറയോ എന്നിട്ട് അത് എന്റെ മേലെ എന്റെ തലയിലിട്ട് നാണമുണ്ടോടാ. മല്ലിപ്പൊടി 300 എടുത്താൽ മതി. ഇതിനുള്ളൊരു അളവുണ്ട് സഹായിക്കുക. അയാൾ അറിയണ്ടെങ്കിൽ വല്ലപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള പരിചയം വേണം, അല്ലെങ്കിൽ അതൊന്നും കിട്ടൂല. മുളക് പൊടി തന്നെ അതേപോലെ തന്നെ 300 എന്നാ ഞാൻ പറയും വേണ്ട. പാവ ഇവിടെ വന്നിട്ട് അരി ഇത്ര കാര്യം കണ്ട നോമ്പറിയ ഇത്രക്കാരി അരിയോ, ഭയങ്കര ഡൗട്ട്. ഇത്രക്കാരി അരിയെല്ലാം കണ്ടു നോക്കുമ്പോൾ ആശാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ അരിയുള്ള കാര്യമെല്ലാം അറിയുന്നു. മോനെ ആകെ ഒരു മട്ടയും ഒരു ബസ്മതിയാണ്.
പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ പോലെ അല്ലല്ലോ അല്ലേ, ഇങ്ങനെയുള്ള അതായത് കുടുംബത്തിൽ ഇങ്ങനെ അരിയും കാര്യങ്ങളും വാങ്ങിയിട്ടൊന്നും അങ്ങനെ സാറില്ല. ഇനി അത് പരിചയമാവും, ശീലമാവും ഇങ്ങനെ അരിയല്ലോ. ഇനി അതൊന്നും സാറില്ല, അതെല്ലാം സ്വാഭാവികമാണ്. കുറേയൊക്കെ അങ്ങനെ അറിയാത്തവരുണ്ട്. അതിപ്പം ഇതിൽ തന്നെ കാണുന്ന എത്രയോ ആൾക്കാർക്കല്ലേ നിങ്ങളിലും ഉണ്ടാവും. അത് ഒരു തെറ്റുന്നല്ല. അത് ഗ്രാമ്പൂ പട്ട എല്ലാം എടുക്കണം കേൾക്കാൻ വേണ്ടിയിട്ട്. സാരി ഇതൊരു കൊട്ടയിൽ നമ്മൾ എടുക്കണം. ഇത് പിടിച്ച് വലിക്കുന്നത് കാണിക്കണേന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുന്നത്. അടക്ക് ഇത് ഇതിൻ്റെ അകത്ത് ഇടാൻ കഴിയില്ല. പച്ചക്കറി വേറെ തന്നെ കൊട്ടയിലെടുത്തിട്ട് അവിടെ കൊടുക്കണം. നീ അളവ് പറ. സാധനം മാത്രമല്ല പറഞ്ഞുള്ളൂ. എത്ര തക്കാളി വേണം, എത്ര ഉള്ളി വേണം, എത്ര ഇഞ്ചി വേണം, കറക്റ്റ് അളവ് പറഞ്ഞിട്ട് മേടിക്കും. കാണട്ടെ നിന്റെ സാമർഥ്യം. തക്കാളിയെല്ലാം കറക്റ്റായിട്ട് ഒരു 10 എണ്ണം തന്നെ, ഒരു 15 എണ്ണം തന്നെ, അങ്ങനെയല്ലേ? തക്കാളിയെല്ലാം ഇതിൻ്റെതായ കണക്കുണ്ട്. കറിയെല്ലാം ആക്കുമ്പോൾ അത് കുറേ വേണം. ഇതെത്ര കിലോ ഉണ്ടാകുന്ന എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? വീട്ടിലേക്ക് വേണ്ടത് 2 കിലോ. 2 കിലോ കൂടുതലുണ്ട് എന്തായാലും. കൂടുതലാണ്. ഇത് 2 കിലോ ആണ് വീട്ടിലേക്ക് വേണ്ടത്. ഞാൻ എടുത്തു വെച്ചത് അത് കാണാൻ രസമുള്ള ഉരുളൊക്കെ നോക്കിയെടുത്ത് ഞാൻ മണ്ണ് ഇറങ്ങാത്ത നോക്കിയിട്ട് മണ്ണില്ലാത്ത നോക്കി എടുക്കുന്ന ഉരുളൊക്കെ അങ്ങനെ കിട്ടൂലടാ. എടുത്തിട്ട് സാധനമാണ് എല്ലാം കേടല്ലേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പണി അറിയില്ലാന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എല്ലാം കെട്ടത് നോക്കി എടുത്തില്ല. അത് നല്ലതാണ്. ഇതൊന്നും ഞാൻ എന്നേരെ പറഞ്ഞു അവളോട് വരെ കംപ്ലീറ്റ് ഒറ്റൊന്നില്ല. നല്ല നീ അവിടെ വെക്ക്, ഞാൻ എടുക്കാം. തക്കാളി ഞാൻ എടുക്കാം. തക്കാളി ഓക്കെ. ഉരുളക്കിഴങ്ങിന് ഇപ്പോൾ കീറാടും. ഞാൻ നീണ്ട് ഇത് കേട് മാറ്റി വെച്ചാൽ നോക്കിയെടുത്ത് തിരിഞ്ഞ് വെച്ചിരുന്നു ഇങ്ങോട്ട് കണ്ടേ. പിന്നെ ഞാൻ നേരത്തെ എടുക്കാൻ നോക്കിയേ. ഓക്കെ, ഇതിന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. അല്ല അത് കുഴപ്പമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് തോല് കഴിച്ച് കഴിഞ്ഞാൽ അത്രേ വേണ്ടു. മതി. 1 കിലോ മതി. ഇതിപ്പോ തക്കാളി കറക്റ്റ് 1 കിലോ ആയിരിക്കും. നിങ്ങൾ ഓനെ എടുക്കാൻ പറ്റില്ല, നിങ്ങളെ എടുത്താൽ അല്ല പാലാക്കി പാലല്ലേ. ഈ തൈര് എടുത്തിട്ട് വരും. എനിക്കറിയാം. 5 രണ്ടെണ്ണല്ല സേമിയ 6 തന്നെ. നിങ്ങൾ 3 ബാക്കി ഓനെ എടുത്തിട്ട് തൈര് എടുത്തിട്ട് വരാൻ നോക്കലായിരുന്നു. ഞാനതാ അത് തൈരായിരിക്കും. നോക്കിയാ ഞാനൊന്നും പഠിച്ചു പോവാ. ആടെ പോയിട്ട് അതിന്റെ മുമ്പിലാടെ നിന്നിന് വേറെ വന്നിട്ട് എടുക്കാതെ. സേമിയല്ല അപ്പുറം ഉണ്ടാവും അല്ലേ. അതിന് ചേച്ചോട്ടിന് കൊടുക്കണ്ടല്ലടാ. അത് ഞാൻ എത്ര പേരെ പോകുന്ന നോക്കട്ടെ. അയ്യാ എന്നാ മിന്നി കളിക്കുന്നു. ഞാൻ വാങ്ങിയത് കണ്ടില്ലല്ലോ. നീ നിന്ന് കറങ്ങുന്ന സാധനം ഞാൻ വീഡിയോ എടുത്തില്ല. തിരിച്ചു വരുന്നോ? ഇത് ഇത്ര ദൂരെ അത് ഇതിനകടെ സൂപ്പർ സാധനം. അത് ഇത്ര ദൂരെ കിട്ടൂടാ. അത് സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ ഇറങ്ങി. ഇത് എച്ചൂട്ടിനെ കളിക്കാനല്ല ടൈം. റിമോട്ട് കാറും ബോളും ഞാൻ അനക്കി കളിക്കാൻ മേടിച്ചു. നമ്മളെ സാധനം വാങ്ങി നമ്മളിങ്ങനെ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് നമ്മളെ പരിപാടി അല്ലേ. അങ്ങനെ നമ്മൾ ടൗണിലെല്ലാം പോയി സാധനങ്ങളെല്ലാം വാങ്ങി. ഇനി വൈകുന്നേരമായിട്ടാ സമയം. അകത്തുനിന്ന് ഫുഡിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. ഇവിടെ ഇനി എനിക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റും പരിപാടി ഉണ്ടായി ചെയ്യാൻ വേണ്ടി പോക്കാന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് സെറ്റാക്കാം. ഇതെല്ലാം ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നുള്ള സാധനം ഞാനിവിടെ ഇന്നലെ രാത്രിക്ക് എത്തിച്ചു കൊണ്ടുവന്നിന്. സായിജ് പിന്നെ ഭയങ്കര തിരക്കിലാണ്. ഫോണിൽ എന്തെല്ലോ പോസ്റ്റ് ചെയ്യണമെന്നുള്ള മനസ്സിലുള്ള തിരക്കിലാണ്. പിന്നെ ജേഷു പിന്നെ എന്നാ ചെയ്യുന്നത് അറിയില്ല. ഒരു പരിപാടി ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നു. നമ്മളിതാ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം റെഡി ആയി കൊടുക്കും. സേമിയോ ആദ്യമേ പറയാം. കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ. അമ്മയുടെ ഭയങ്കര ഇത്ര നേരം ഒന്നും ചെയ്യുന്നുണ്ടായിച്ചേ. വീഡിയോ എടുക്കുന്നത് കണ്ടാൽ അപ്പോൾ ഓടി വന്നിട്ട് എന്തെല്ലോ മുറിച്ചിട്ടൊന്നിരിക്കുക. ഇത്ര നേരം കണ്ട ഞാൻ എടുക്കുന്ന അല്ലെങ്കിലും ആരും കാണൂല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പോയിട്ട് എന്തെല്ലോ വെട്ടി കിട്ടും. ഇപ്പം തുടങ്ങിക്കോ പോണേ. ഇവിടെ സെറ്റാക്കോ. നമുക്ക് ഇവിടെ ആക്കിയാലോ. കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആക്കി. എന്നിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇവിടെ ആക്കി. സാഹചര്യത്തിന്റെ പിരിമുറുക്കത്താൽ എനിക്ക് വരാൻ സാധിച്ചില്ല. അത് മറ്റൊരു കാര്യം. പക്ഷെ എന്നാലും ഞാനായിരുന്നു അതിൻ്റെ ഐഡിയയും കാര്യങ്ങളല്ലോ.
പറയാനുള്ള എല്ലാം ഞാൻ പറഞ്ഞെല്ലാം സെറ്റായി കൊടുത്തിട്ടുണ്ട് അന്നത്തെ ദിവസം. ഇന്ന് നമുക്കിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ തന്നെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ടി വി എന്ന് പറഞ്ഞു ചെയ്യാം. നമ്മളെ എച്ച് സാർ ഇതാ ബർത്ത്ഡേ പോയി ഇപ്പൊ ഉറങ്ങി എണീറ്റ പാടാ. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇവിടെ തന്നെയല്ലേ ആക്കുന്നത്? ഇവിടെ തന്നെയല്ലേ ഉറപ്പിച്ചില്ല? ഇവിടെ തന്നെ ആക്കാം, സെറ്റാക്കാം നമുക്ക് ഇവിടെ തന്നെ. ബാക്കിൽ ടി വിയും കൂടി ഇന്നോട്ട് ഇതിന്റെ നടുക്ക് നമുക്ക് ടി വി പ്ലേ ചെയ്യാം എന്തെങ്കിലും നല്ല കാർട്ടൂൺ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഓർച്ചിന്റെ ഉള്ളിലൂട്ടോ നീ ഒരു മണ്ടൻ. ഞാൻ പൊളിച്ചിട്ടാ. നമ്മൾ 2 കാല് ഇതിലേക്ക് കയറ്റുക. ഞാൻ ഇവന്റ് മാനേജ്മെന്റിന് പോണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. ഇനിയിപ്പോ കണ്ടതെല്ലാം എടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇതല്ലോ. ഓ ഇങ്ങനെ അത് വിട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് കണ്ടാ ഇത് മൊത്തത്തിൽ ഇങ്ങനെ വെക്കേണ്ടത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതെങ്ങനെ വെക്കുന്നതാണ്. പക്ഷെ ഞാൻ അതിലും മുന്നേ ഒരു സംഭവം ചോദിക്കുന്നത് ഇതെന്തിനാന്നാ. ഇവിടെ കാല് ഇത് മാറിപ്പോയി. ഇത് ഇതിനല്ല, ഇതെങ്ങനെ വെക്കും? ഇത് വെക്കാനാണോ മറ്റേ ടൈ? എടാ നമുക്കില്ലേ ഓരെങ്കിലും വിളിച്ചാലോ? ഈനാന്ന് ടൈ. അവിടെ ഈനാ വേണ്ടെങ്കിൽ ഒരു ലോഡ് വാങ്ങണേനും കേട്ടാ. ഏതിന്? ഇതാണോ ടൈ വെച്ചിട്ടാക്കണ്ടേ? നമുക്ക് എല്ലാം നമുക്ക് ആക്കി വെക്കാം. ലാസ്റ്റ് എന്നാണോ ആദ്യം നമുക്ക് നോക്കാലോ. എന്നാലും ഇത് ഇങ്ങനെ വെക്കും. എന്നാലും ഇതെന്നാ കയറാത്തിരിക്കും. ഇതാരാ ഇവിടെ വന്നിട്ട് ഉണ്ട്, ഹോൾ ഉണ്ട്. ഇതില്ലേ എനക്ക് തന്നതിന്റെ ഒരു ഫ്രണ്ടാന്നേ, നമ്മളെ ടമാര അല്ലടാ. എന്റെ കല്യാണത്തിനല്ലോ, ഇവന്റെ കല്യാണത്തിനല്ലോ പറഞ്ഞ സിമ്പിൾ സാധനം നമ്മളാക്കുന്നില്ല, വലിയ പരിപാടി ആക്കുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ. അപ്പൊ ഓന്റെ ഷോപ്പ് ഇവിടെ തന്നെയാണ്. അപ്പൊ ഓനെ അടുത്തായിട്ട് ഞാൻ പറഞ്ഞടാ നിന്റെ അടുക്ക ഏതെങ്കിലും വർക്ക് കഴിഞ്ഞ സംഭവം അവിടെ ആരെങ്കിലും ഫ്രീ ഉണ്ടോ സാധനം ചോദിച്ചോമ്പോൾ സിമ്പിളായിട്ട് ഞാൻ ആഘോഷിക്കണമെന്നേ അങ്ങനെ നോർമൽ ഒരു കേക്ക് കട്ടിങ് ആക്കാൻ വിചാരിച്ച നമ്മള്. ഏതായാലും പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോ ഓൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും എടുത്തോന്ന് പറഞ്ഞതാ. സിമ്പിൾ ആയിട്ടുള്ള എന്നാ എടുക്കാടാന്ന് പറഞ്ഞിട്ട് എടുത്തോണെന്ന് ഞാൻ. ഇനിയിപ്പോ കോമഡി എന്തായിരിക്കും എന്നറിയാം. ഇതെല്ലാം നോക്കിയാ ഇതിപ്പോ നമ്മൾ ഫിറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് എങ്ങനെയാ ഫിറ്റാക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. ഒരിടെ വെച്ചിട്ട് പോയിട്ടുണ്ടോ, എന്നെ വിളിച്ചിട്ട് എന്താവശ്യം വിളിച്ചോ, ഞാൻ പിന്നെ വിളിച്ചില്ല. ഇതിപ്പോ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓമ്പർ ഇതിനെ കൊണ്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ചോദിക്കുന്നു. സംഭവം ഇപ്പോ ഈ സാധനം വിശാലം നേരെ പറഞ്ഞിന് കുറച്ചധികം മേടിക്കണേടാ, ടൈം മേടിക്കണേടാ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ കൊണ്ടത്തരാടാന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് പറഞ്ഞു വേണ്ടടാ ഞാൻ മേടിച്ചോളാം, ടൈക്കായിട്ട് നീ ഇനി പോകുന്നു വേണ്ട, ഞാൻ ഇവിടുന്ന് മേടിച്ചോളും ടൗണെന്ന്. പക്ഷെ മേടിക്കാൻ പോയത് ആരാന്ന് പറ, കാര്യം പറ. മേടിക്കാൻ പോകുമ്പോ ഒന്നുമില്ലെങ്കിൽ ഒരു കുറച്ചധികം മേടിക്കുക എന്നുള്ളൊരു സാമാന്യ സ്വാഭാവികം പോയി വാങ്ങി 35 എണ്ണം ഒരു പാക്കറ്റിലാണ് ബാക്കിയുള്ളത്. ഞാൻ ആ പാക്കറ്റ് തുടങ്ങി വാങ്ങിക്കോണം. വെറും 35 എണ്ണം. ഇവൻ പറ എന്തിനാന്ന് ഒരു 10-20 എണ്ണം പോരേനോ നേരം ചോദിച്ചോനാന്ന്. ഇവിടെ വന്നിട്ട് ഈന വേണ്ടിട്ടേനു അത് പറഞ്ഞേന്നുള്ള കണ്ടേരോ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ വാങ്ങാൻ പറ്റി, ആരാ വാങ്ങാൻ പോയി. പക്ഷെ ഉള്ളത് നിർത്ത് സംഭവം. ഞാനായോണ്ട് വാങ്ങി. ഇവനാ പോയിട്ടുണ്ടെങ്കിൽ 5-6 വാങ്ങിട്ട് വരും. അല്ലെ അങ്ങനെ പറഞ്ഞ ടൈയും കൂടി എടാ ഞാൻ കൊണ്ടുത്തരാ. ഞാനാ പറഞ്ഞ വേണ്ട വെച്ചാൽ ഇത് നമ്മള് വിചാരിച്ചു ശരിക്കും പൈപ്പ് എന്തെങ്കിലും ടൈറ്റ് ആക്കാനോ അങ്ങനെ എന്തെങ്കിലും ആണ്. ഈ സാധനം ഇങ്ങനെ 35 എണ്ണം വാങ്ങി. പക്ഷെ നമ്മൾ ഐഡിയ പരമായിട്ട് ഇത് നിങ്ങൾ കണ്ടു പഠിച്ചു വെച്ചാൽ നമ്മളിത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതേപോലെ സെറ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും നമ്മൾ ഈ ടി വിയുടെ ഏരിയയിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ ടി വിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ ഒരു ഏരിയ നമ്മൾ ടൈമിൻ്റെ കുറവുണ്ടെന്നല്ല കേട്ടാ, ശരിക്കും നിങ്ങൾ ഈ ഒരു സൈഡ് മാത്രം കവർ ചെയ്യുക. എന്നിട്ട് ഇവിടെ ടി വി പ്ലേ ചെയ്യുക, നല്ല കാർട്ടൂണോ ആ കുട്ടീൻ്റെ ബർത്ത്ഡേ അത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ പുതുതായിട്ട് നമ്മൾ എങ്ങനെ തരാമെന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇതെല്ലോ ഒച്ചപ്പാടുള്ളവരെല്ലാം കേൾക്കുന്നുണ്ട്. എന്നാണ് സംഭവിക്കുന്നത്. കരിഞ്ഞല്ലോ അല്ല കരിഞ്ഞെന്നെല്ലാം പറഞ്ഞു കേട്ടെന്നാ. കരിഞ്ഞല്ല കരിച്ചു വെച്ച നിങ്ങള് ചൂട് കാട്ടി അതിട്ടെ നീ വാർത്തടുത്താണ് ഇട്ടെ കിട്ടിയിട്ട്. എല്ലാവിധ ഡെക്കറേഷൻ വർക്കുകൾക്കും സമീപിക്കുക സയൂദ് ആൻഡ് സംഗീത് കമ്പനി. നമ്മള് എച്ചൂട്ടന്റെ ബർത്ത്ഡേ ചെറിയ രീതിയിൽ വലിയ രീതിയിലും വലിയ ചെറിയ രീതിയിൽ കളറാക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചല്ലേ ചൂട്ടാ. ഹാപ്പി ബർത്ത്ഡേ ആയി, സെക്കൻഡായി, അങ്ങനെയല്ല നമ്മുടെ ഹൈ ഡെക്കറേഷൻ ഹൈ ലെവൽ ഡെക്കറേഷൻ കഴിഞ്ഞിരിക്കുക. എന്താ എൻ്റെ ഐഡിയ ഉണ്ടാ
ഇവിടെ കറക്റ്റ് എന്താ മോനെ കിട്ടിയില്ലോ അല്ലേ? എന്റെ ഐഡിയ ആട്ടാ. അപ്പൊ ഇത് നമുക്ക് തൽക്കാലം ഇവിടെ സെറ്റ് ആക്കാം. അതായത് രാവിലെ തൊട്ടിട്ട് നമ്മൾ ഫുള്ള് ഇറങ്ങി മൊത്തം പരിപാടികളെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങി കംപ്ലീറ്റ് സാധനങ്ങൾ ഉച്ച വരെ കറങ്ങി തിരിഞ്ഞ് വാങ്ങി എല്ലാം വാങ്ങി ഇവിടെ വന്നു. എന്നിട്ട് വൈകുന്നേരമായി കേക്ക് വെക്കേണ്ട ഈ സാധനം നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വന്നത് കേക്കിന് ഓർഡർ കൊടുത്തില്ല, വാങ്ങിയിട്ടില്ല. അത് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് നമ്മളൊരു സംഭവമാണ്. കേക്ക് ഓർഡർ ചെയ്തിട്ടില്ല ഇത്രയും നേരമായിട്ട്. ഞാൻ അവനെ നമ്മളെ സ്ഥിരം മേടിക്കുന്ന എങ്ങനെയുണ്ട് പോനെ വിളിച്ചേടാ കേക്ക് വേണം നോക്കടാ നാളത്തേക്ക് നാളെയല്ലടാ സമയമായി ഇപ്പം വേണം എടാ അവരെല്ലാം പോയിരിക്കടാ ഒരു മിനിറ്റ് ലാസ്റ്റ് ആരെ കൊണ്ട് തുറക്കിപ്പിക്കുന്ന ചെയ്തിട്ട് ആക്കിയിട്ട് ഇപ്പൊ വരുന്നുണ്ട് സാധനം. ഹലോ to be your friend. I wanna know if it mattered. I would have gone to war for you. അപ്പൊ അങ്ങനെ ആളൊഴിഞ്ഞു, അരങ്ങൊഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു, എല്ലാരും പോയി. സമയം 11:30 കേട്ടാ. ഇതുവരെയായിട്ടും ബർത്ത്ഡേക്കാരൻ ഉറങ്ങിയില്ല, കളി തന്നെയായി പോടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ബാക്കി കുഞ്ഞുവാവേൻ്റെ പുതിയ ആളെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവരും ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത് തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒരു അടിപൊളി വീഡിയോ തന്നെയായിരിക്കും. നിങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയായിട്ട് അടുത്ത് വരുന്നുണ്ട്. ചൂടിന് ഇതുവരെയായിട്ട് ആശംസ അറിയിക്കുന്നതായിരിക്കും, അറിയിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരോടും